നമസ്കാരം, വെൽ ടുഡേയിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രാഥമിക സമാധാന കരാറിൽ ഇരു രാജ്യങ്ങളും ധാരണയിലായതായി റിപ്പോർട്ടുകൾ. നിലവിലുള്ള വെടിനിർത്തൽ നീട്ടുന്നതിനും ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുമുള്ള 60 ദിവസത്തെ കരാറിലാണ് ധാരണയായത്. ഇറാന്റെ ഉന്നത നേതൃത്വം ഈ നിർദ്ദേശത്തിന് ഇതിനകം അംഗീകാരം നൽകിയിട്ടുണ്ടെങ്കിലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിപ്പ് തുടരുകയാണ്. ബുധനാഴ്ച ചർച്ചകളുടെ പുരോഗതിയിൽ ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. വിഷയത്തിൽ തീരുമാനമെടുക്കാൻ തനിക്ക് കൂടുതൽ സമയം വേണമെന്ന് അദ്ദേഹം മധ്യസ്ഥരെ അറിയിച്ചതായും സൂചനയുണ്ട്. ഹോർമുസിലെ ഉപരോധങ്ങൾ നീക്കണമെന്ന ഇറാന്റെ നിർദ്ദേശത്തിൽ ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്ന് ട്രംപ് പ്രതികരിച്ചിരുന്നു. ഹോർമുസ് കടലിടുക്കിലെ സമാധാനമാണ് കരാറിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പുതിയ നിർദ്ദേശപ്രകാരം ഹോർമുസിലൂടെയുള്ള സുരക്ഷിത കപ്പൽ ഗതാഗതം ഇറാൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 30 ദിവസത്തിനുള്ളിൽ കടലിലെ മൈനുകൾ നീക്കം ചെയ്യുമെന്നും വാണിജ്യ കപ്പലുകളെ തടയില്ല എന്നും ഇറാൻ സമ്മതിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. കപ്പലുകളിൽ നിന്നും യാതൊരുവിധ ടോളും ഈടാക്കാൻ പാടില്ല എന്നും വ്യവസ്ഥയുണ്ട്. ഇതിന് പകരമായി മേഖലയിലെ നാവിക ഉപരോധം അമേരിക്ക ഘട്ടം ഘട്ടമായി ലഘൂകരിക്കും. ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന ഇറാന്റെ ഉറപ്പും കരാറിന്റെ ഭാഗമാണ്. 60 ദിവസത്തെ ചർച്ചാവേളയിൽ യുറേനിയം സമ്പുഷ്ടീകരണം, ഇറാന്റെ മരവിപ്പിച്ച ഫണ്ടുകൾ വിട്ടുനൽകൽ, മാനുഷിക സഹായം എന്നിവ ചർച്ചാ വിഷയമാകും. അതേസമയം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന താൽക്കാലിക ക്രമീകരണത്തിനുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണെന്നും അന്തിമ സമാധാന കരാറെന്നും അധികൃതർ ചൂണ്ടിക്കാണിച്ചു. കുവൈറ്റിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ അപകടകരമായ സാഹചര്യമെന്ന് വിശേഷിപ്പിച്ച് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി. രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള ഗുരുതരമായ ലംഘനമാണിതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. UAEക്ക് പിന്നാലെ സൗദി അറേബ്യയും ഖത്തറും അക്രമത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കുകയും കുവൈറ്റിന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്ന് കുവൈറ്റ് ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ജനങ്ങളുടെ ജീവനും അടിസ്ഥാന സൗകര്യങ്ങൾക്കും വലിയ ഭീഷണി ഉയർത്തുന്ന ഇത്തരം അക്രമങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് കുവൈറ്റ് ആവശ്യപ്പെട്ടു. ഹോർമുസ് കടലിടുക്കിൽ ടോളിംഗ് സംവിധാനം ഏർപ്പെടുത്താൻ സഹായിച്ചാൽ സഖ്യകക്ഷിയായ ഒമാനെ ലക്ഷ്യമിടുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. അത്തരം നടപടികളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികൾക്കും ഉപരോധം ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്കിൽ ടോളിംഗ് സംവിധാനം ഏർപ്പെടുത്താനുള്ള ഒരു ശ്രമവും വെച്ച് പുറപ്പിക്കില്ല. കടലിടുക്കിന് ടോളുകൾ സുഗമമാക്കുന്നതിന് നേരിട്ടോ അല്ലാതെയോ സഹായം ചെയ്താൽ US ട്രഷറി അക്രമാസക്തമായ ലക്ഷ്യം വെക്കുമെന്ന് ഒമാൻ അറിഞ്ഞിരിക്കണമെന്നും ഒപ്പം പങ്കാളികൾക്ക് പിഴ ചുമത്തപ്പെടുമെന്നുമാണ് എക്സിലെ പോസ്റ്റിൽ ബെസറ്റ് മുന്നറിയിപ്പ് നൽകിയത്. ഇറാനൊപ്പം നിന്നാൽ ഒമാനെ ആക്രമിക്കുമെന്ന് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ബെസന്റിന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ ബുഷർ പ്രവിശ്യയിൽ വെച്ച് അമേരിക്കൻ വിമാനം വെടിവെച്ചിട്ടെന്ന അവകാശവാദവുമായി ഇറാന്റെ സ്റ്റേറ്റ് ടെലിവിഷനാണ് US വിമാനം തകർത്തതായി ആദ്യം വാർത്ത പുറത്തുവിട്ടത്. ബുഷർ പ്രവിശ്യയിലെ ജാം മേഖലയിൽ വെള്ളിയാഴ്ച പുലർച്ചെ ഒരു US വിമാനം തടയുകയും അത് വെടിവെച്ചിടുകയും ചെയ്തതായി ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷനും റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിമാനത്തെ വിജയകരമായി ലക്ഷ്യം വെച്ചതായി ജാം കൗണ്ടി ഗവർണർ മസൂദ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വിമാനം വെടിവെച്ചിട്ടതോടെ നഗരത്തിലെ സാഹചര്യം സാധാരണ നിലയിലായതായും ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നി റിപ്പോർട്ട് ചെയ്തു. ഗൾഫ് മേഖലയിൽ USഉം ഇറാനും തമ്മിൽ ശക്തമായ പിരിമുറുക്കം നിലനിൽക്കുന്നതിനിടയിലാണ് ഈ പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്കിന് സമീപം USഉമായി ബന്ധമുള്ള കപ്പലുകൾ ഉൾപ്പെടെ 4 കപ്പലുകളെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ലക്ഷ്യം വെച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനു പിന്നാലെ ഇറാന്റെ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന എണ്ണ വ്യാപാര ശൃംഖലയ്ക്കെതിരെ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഇറാന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് എണ്ണ വരുമാനം ഉപയോഗിക്കുന്നത് തടയുക എന്നതാണ് ഉപരോധത്തിന്റെ ലക്ഷ്യമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു. ആഗോളതലത്തിൽ ഇസ്രായേൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഒറ്റപ്പെടലുകളും നേരിടുന്ന സാഹചര്യത്തിൽ തങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും ശക്തമായ പിന്തുണ ഇന്ത്യയിൽ നിന്നാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വെസ്റ്റ് ബാങ്കിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് ഇസ്രായേലിന്റെ നയതന്ത്രപരമായ നീക്കങ്ങളിൽ ഇന്ത്യക്കുള്ള കേന്ദ്ര സ്ഥാനത്തെക്കുറിച്ച് നെതന്യാഹു വ്യക്തമാക്കിയത്. ഇന്ത്യ എന്ന വൻശക്തിയുമായുള്ള ഞങ്ങളുടെ ബന്ധം വളരെ വലുതാണ്. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഞങ്ങളെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ആ പ്രശ്നമില്ല. ഇന്ത്യക്കാർക്ക് ഇസ്രായേലിനോട് യഥാർത്ഥമായ ഒരു ഭ്രാന്തമായ സ്നേഹമുണ്ടെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. 140 കോടിയോളം ജനസംഖ്യയുള്ള ഇന്ത്യയിലാണ് തനിക്ക് മറ്റെവിടെയുള്ളതിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളതെന്ന് താൻ വിശ്വസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക ഇസ്രായേൽ സന്ദർശനം കഴിഞ്ഞ 3 മാസത്തിന് ശേഷമാണ് നെതന്യാഹുവിന്റെ പരാമർശം. വെൽ ടുഡേ സമാപിക്കുന്നു. നന്ദി.